ശ്ലീഹാകാലം 5-ാം ശനി. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വിധവയുടെ കാണിക്ക. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് പറയുന്നു, ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കും. ദൈവാനുഗ്രഹ കാരണമായതിനാൽ യഹൂദജനം ഉദാരമായി ദേവാലയ ഭണ്ഡാരത്തിൽ കാണിക്ക അർപ്പിച്ചിരുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ വേണ്ടി പെരുമ്പറ മുഴക്കി വലിയ തുകകൾ അർപ്പിക്കുന്ന ധനികരുടെ ഇടയിലൂടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു സാധു വിധവ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ അർപ്പിക്കുന്നത് യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റാരും അത് കണ്ടില്ല, യേശു മാത്രം കണ്ടു. ധനവാന്മാർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിച്ചപ്പോൾ വിധവ അവളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നത് മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു വിളംബരം ചെയ്തു. സ്വർഗത്തിന്റെ ന്യായം ഏറെ വിചിത്രമാണ്. അത് ലോകന്യായങ്ങളെ കീഴ്മേൽ മറിക്കുന്നു. ലോകത്തിന്റെ മൂല്യങ്ങളും സമ്പത്തും സ്വർഗത്തിൽ ഒട്ടും വിലമതിക്കപ്പെടുന്നില്ല. എന്നിട്ടും മനുഷ്യൻ അതിന്റെ പുറകെ പരക്കം പായുകയാണ്. പൊയ്മുഖമണിഞ്ഞ ആത്മീയ ഭാവം നടിച്ച അന്ധരെ നയിക്കുന്ന അന്ധരാണവർ. കപടഭക്തിയിലൂടെ അവർ പാവപ്പെട്ടവരുടെ സമ്പാദ്യം വിഴുങ്ങുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്തതൊന്നും ആത്മീയതയല്ല. ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിധവയുടെ ഈ ചെറു കാണിക്ക പോലും തങ്ങളുടെ സമ്പാദ്യമായി മാറ്റി അവർ ധൂർത്തടിച്ച് ജീവിക്കുന്നു.